സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ കരയുദ്ധം അനവസരത്തിൽ നിർത്തിവെച്ചു എന്ന ചിന്ത ഇസ്രായേലിന് മാത്രമാണ്. പക്ഷേ അമേരിക്ക ഹാസ് കം ഇൻ ടു ദി നെഗോഷിയേറ്റിംഗ് ടേബിൾ. ട്രംപ് ഇരിക്കുമ്പോൾ തങ്ങൾ ചരിത്രപരമായി നേടണമെന്ന് ആഗ്രഹിച്ച, ഭാവിയിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നേടിയെടുക്കാം. നൗ ഓർ നെവർ. ഉപരോധം അവസാനിപ്പിച്ചാൽ ഇറാൻ എണ്ണസമ്പന്നമായ രാജ്യമാണ്. ക്രൂഡ് ഓയിൽ വിൽക്കാൻ കഴിഞ്ഞാൽ മതി. ലോകത്തിൻ്റെ 3ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യമാണ് ഇറാൻ. ഇത് വിൽക്കാൻ കഴിഞ്ഞാൽ ഇറാന് 5 വർഷം കൊണ്ട് തകർന്നതെല്ലാം തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോവുകയാണോ? ഒരു ആശ്വാസത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ ലക്ഷണമാണോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും, ഒപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ചർച്ചകൾക്കായി. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പാക് നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാധാനത്തിലേക്ക് എത്രത്തോളം അകലെയാണ് പശ്ചിമേഷ്യ? ഈ സമാധാനത്തിൻ്റെ ഇപ്പോഴത്തെ സാധ്യത സംബന്ധിച്ചുള്ള വാർത്തകൾ എത്രത്തോളം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്? പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ, പശ്ചിമേഷ്യ ഏത് കാലത്തായാലും യുദ്ധത്തിലേക്കോ സംഘർഷാവസ്ഥയിലേക്കോ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് വലിയ ആശങ്കയാണ്. മറ്റേത് രാജ്യത്തെക്കാളും അങ്ങനെ ഉണ്ട്. കാരണം നമ്മുടെ വലിയൊരു ജനവിഭാഗം, നമ്മുടെ സഹോദരങ്ങൾ അവിടെയുണ്ട്, ലക്ഷക്കണക്കിന് പേർ. അത് ഒരു വശത്ത്. പിന്നെ മറ്റൊന്ന്, ഈ ചരക്ക് നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ തന്നെ നമ്മുടെ അടുക്കളകളിൽ അത് പ്രതിഫലിക്കുകയാണ്, ഹോട്ടലുകളിൽ അത് പ്രതിഫലിക്കുകയാണ്, പാചകവാതകത്തിൻ്റെ ക്ഷാമത്തിലൂടെ. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, ചർച്ചയിലേക്ക് പോകുന്നു. പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും വന്നിട്ടുണ്ട്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? എന്തൊക്കെ ഡിമാൻഡ്സ് ആയിരിക്കും ഓരോ വിഭാഗവും മുന്നോട്ട് വയ്ക്കുന്നത്? ഒരു സങ്കീർണമായ ഒരു പ്രക്രിയയുടെ തുടക്കം സംഭവിച്ചിരിക്കുന്നു. ഒരിക്കലും ഒരുമിച്ചെത്തില്ല, ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കില്ല എന്ന് കരുതിയിരുന്ന ഇറാനും അമേരിക്കയും ഇപ്പോൾ രണ്ട് കൂട്ടർക്കും ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. അമേരിക്കയ്ക്ക് അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഇറാന് എങ്ങനെയെങ്കിലും സമാധാനമായി മുന്നോട്ട് പോകണ്ടേ? ശരിയാണ്. അപ്പം അതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന തിരിച്ചറിവ്, വ്യാപകമായ തിരിച്ചറിവ്, അത് ഗൾഫ് രാജ്യങ്ങളുടെ തിരിച്ചറിവാണ്, ഇറാൻ്റെയും അമേരിക്കയും തിരിച്ചറിവാണ്. ഇസ്രയേലിനെ ഒഴിച്ച് മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ആ തിരിച്ചറിവുണ്ട്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ സുരക്ഷിതമായി ഇസ്രയേലിന് വസിക്കാനാവൂ എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് യുദ്ധം അനവസരത്തിൽ നിർത്തിവെച്ചു എന്ന ചിന്ത ഇസ്രയേലിന് മാത്രമാണ്. പക്ഷേ അമേരിക്ക ഹാസ് കം ഇൻ ടു ദി നെഗോഷിയേറ്റിംഗ് ടേബിൾ. ഹൗ ഫാർ വിൽ ഇറാൻ ബിലീവ് അമേരിക്ക? അത് 2 പ്രാവശ്യം ഈ പകുതി വഴിയിൽ വെച്ച് ചർച്ചയുടെ ഇടയിൽ യുദ്ധം നടത്തിയ പാരമ്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് ഇറാൻ പൂർണ്ണമായി വിശ്വസിക്കുമോ എന്ന് മറ്റൊരു കാര്യം. പക്ഷേ ഇപ്പോൾ വളരെ കോഷ്യസ് ഓപ്റ്റിമിസമാണ് ഇറാൻ്റെ ഭാഗത്ത്. നോക്കൂ, ഇറാനിൽ നിന്നൊരു ചാർട്ടേഡ് വിമാനമാണ് ഇസ്ലാമാബാദിലേക്ക് പറന്നിറങ്ങിയത്. ആ വിമാനത്തിൻ്റെ ഒപ്റ്റിക്സ് ഒന്ന് നോക്കൂ. ഏതാണ്ട് 71 പ്രതിനിധികൾ നയിക്കുന്നത് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ നയിക്കുന്നു, മജ്ലിസിൻ്റെ സ്പീക്കറാണ്. അതോടൊപ്പം തന്നെ മുൻ ചർച്ച നയിച്ച വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒപ്പമുണ്ട്. സാമ്പത്തിക മന്ത്രാലയത്തിലെ വിദഗ്ധന്മാരുണ്ട്, വാണിജ്യ മന്ത്രാലയത്തിലെ വിദഗ്ധരുണ്ട്, ടെക്നോക്രാറ്റുകളുണ്ട്. ഇതൊരു വലിയൊരു ഒരു ജംബോ ടീമാണ് ഇറാനെ പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, ശരിയാണ്. 2 അമേരിക്കയുടെ ഭാഗം. ആ ഇറാൻ്റെ വിമാനത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത്. ആ വിമാനത്തിൽ ഒടിച്ചിട്ട സീറ്റുകളിൽ സ്കൂൾ ബാഗുകൾ ഉണ്ടായിരുന്നു. മരിച്ച കുട്ടികളുടെ, അമേരിക്കൻ ആക്രമണത്തിൽ 1-ാം ദിവസം മരിച്ചുപോയ 163 വിദ്യാർത്ഥികളുണ്ട്, കൊച്ചു കുട്ടികളാണ്. അവരുടെ എല്ലാം ചിത്രങ്ങൾ പേറുന്ന വിമാനമാണ്. ഒരു വൈകാരികമായ ഫീലാണ്. ഇപ്പം ലോകത്തോട് ഇറാൻ പറയുന്നത് എന്തെന്നാൽ തങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു. ഒരു ധാർമ്മികമായൊരു പൊസിഷൻ അവിടെ ഇറാൻ എടുത്തു. അപ്പോൾ അമേരിക്ക മറുവശത്ത് ജാരഡ് കുഷ്ണറും ട്രംപിൻ്റെ മരുമകനാണ്, സ്റ്റീവ് വിറ്റ്കോഫും, അത് അമേരിക്കയുടെ ട്രംപിൻ്റെ പ്രത്യേക ഏജൻ്റാണ് വെസ്റ്റ് ഏഷ്യ.
അതിന് പുറമെ വൈസ് പ്രസിഡന്റ് ഹിംസെൽഫ് ഈ ലീഡിങ് ദ ഡെലിഗേഷൻ, അമേരിക്കൻ ഡെലിഗേഷൻ. അപ്പം അദ്ദേഹം ഒരു മിതവാദി ആയിട്ടാണ് അറിയപ്പെടുന്നത്. മാഗ ക്യാമ്പിലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ ക്യാമ്പുണ്ടല്ലോ, ആ ക്യാമ്പിലെ ലെവൽ ഹെഡായ ഒരു മനുഷ്യനായിട്ടാണ് പൊതുവേ അറിയുന്നത്. മറ്റെല്ലാവരും പല തീവ്ര വികാരക്കാരുണ്ട്. പക്ഷേ ഇദ്ദേഹം എങ്ങനെയും സമാധാനത്തിൻ്റെ വഴികൾ തേടണമെന്ന് ട്രംപിനെ നിരന്തരമായി ഉപദേശിക്കുകയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പോലും താങ്കൾ ഒരു പരിധി ഭേദിക്കുന്നത് ആരോഗ്യപരമല്ല എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരുവനാണ് JD വാൻസ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും ഗൗരവത്തിൽ തന്നെയാണ്. ഇപ്പം വാൻസിനെ രംഗത്തിറക്കി എന്ന് പറയുമ്പോൾ തന്നെ ട്രംപിൻ്റെ വിശ്വസ്തനാണെങ്കിൽ പോലും ട്രംപിനെ പോലെ തീവ്ര നിലപാടുള്ള ഒരാളല്ല വാൻസ്. അപ്പം അതുകൊണ്ട് തന്നെ ബോത്ത് ദ സൈഡ്സ് മീൻ ബിസിനസ് എന്ന് തന്നെ പ്രാഥമികമായി കരുതണം. അത് മാത്രമല്ല നേരിട്ടങ്ങ് സംസാരിക്കുകയൊന്നുമല്ല. ആദ്യ റൗണ്ടിൽ തുർക്കി, അതുപോലെ സൗദി അറേബ്യ, ഈജിപ്റ്റ് ഇതെല്ലാം മധ്യസ്ഥ ശ്രമങ്ങളുമായി ഒത്തുകൂടിയ രാജ്യങ്ങളാണ്. അവരുടെ പ്രതിനിധികളുമായി രണ്ട് ടീമും സംസാരിക്കും. ഇറാൻ്റെ ടീമും സംസാരിക്കും, അമേരിക്കയുടെ ടീമും സംസാരിക്കും. എന്നിട്ട് മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നേരിട്ടുള്ള ചർച്ച നടത്തുന്നത്. അതിനുശേഷം മാത്രം, അതും നേരിട്ടായിരിക്കില്ല, രണ്ട് വ്യത്യസ്ത റൂമുകളിൽ ഇരുന്ന് പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അലിം ദാറിനോടോ അല്ലെങ്കിൽ ഇഷാഖ് ദാറിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയുക്ത ഉദ്യോഗസ്ഥനോടോ സംസാരിച്ച് ഏകദേശ ധാരണയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഒരുപക്ഷെ നേരിട്ട് കാണൂ. ആ ലെവലിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇനി വസ്തുതകളിലേക്ക് കൂടെ വരാം. എന്താണ് അവർ സംസാരിക്കുന്നത്? ഹൂസ് അജണ്ട ആർ ദേ ഡിസ്കസിങ്? അതാണ് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് ഇൻ എ ഡിസ്കഷൻ ഇസ് വെരി വൈറ്റൽ. അതെ, ഇവിടെ ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾ, 10 ഡിമാൻഡ്സ്, അതിൽ ഒന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. അമേരിക്കൻ സേനാ താവളങ്ങൾ ഗൾഫ് പ്രദേശത്ത് നിന്നും പൂർണ്ണമായി മാറ്റുക. അനുവദിക്കാൻ സാധിക്കുന്ന കാര്യമാണോ? അത് നടക്കാത്ത കാര്യമാണ്. യുദ്ധം തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ അതവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് യുദ്ധത്തിലേക്ക് നയിച്ചതും ഗൾഫ് മേഖല ഉൾപ്പെടെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ എത്തിയതും അമേരിക്കൻ താവളങ്ങളുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഇറാനെന്ന് പറയാം, അമേരിക്കയ്ക്ക് അനുവദിക്കാനാവില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് ഏറെ ചിന്തിക്കാനുണ്ട്. ഇനി എത്ര കാലം ഇത് തുടരേണ്ടതുണ്ട്? ഈ രൂപത്തിൽ തുടരാനാവുമോ? ആത്യന്തികമായ ഒരു ബാധ്യതയായി മാറുമോ? ഇറാനിൽ നിന്ന് നിരന്തരം ആക്രമണം വരുമോ? ശാശ്വത സമാധാനം സാധ്യമോ? അതുകൊണ്ട് മാറി ചിന്തിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഫുഡ് ഫോർ തോട്ട് എന്ന നിലയിലാണ് ഇറാൻ ഇത് പറഞ്ഞു വെച്ചത്. നേടിയെടുക്കാനാവാത്തൊരു നിർദ്ദേശമാണ്. 2, ഇറാൻ്റെ മേൽ ഒരു ആക്രമണവും ഭാവിയിൽ നടത്താൻ പാടില്ല. ഓരോ വർഷവും ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ നിരന്തരം നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം. ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കണം. പരമാധികാരം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടെങ്കിൽ പരമാധികാരം അംഗീകരിച്ചു. പക്ഷേ അത് ഈ ഇറാൻ ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ മൂന്നാമത് പറയുന്ന കാര്യം വളരെ സങ്കീർണമാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇല്ലാതിരുന്നതും അതിനുശേഷം സംഭവിച്ചതുമായ ഒരു കാര്യമാണ് ഹോർമൂസിന്മേലുള്ള ഇറാൻ്റെ നിയന്ത്രണം. നിയന്ത്രണം എന്നതൊരു വെറും വാക്കാണ്. പക്ഷേ ചുങ്കം പിരിക്കുക, ഹോർമൂസിലേക്ക് കടന്നു വരുന്ന, അവിടുന്ന് കടന്നു പോകുന്ന കപ്പലുകൾക്ക് നിശ്ചിത തുക ചുങ്കം പിരിക്കാൻ ഇറാൻ്റെ പാർലമെൻറ്റായ മജ്ലിസ് തീരുമാനമെടുത്തു. അതൊരു വലിയൊരു നീക്കമല്ലേ സർ? അത് പറയുന്നത് അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിലെ ഓരോ ഇതിനും ഓരോ ഡോളർ വെച്ച് പിരിക്കും എന്നുള്ളതാണ്. ഓരോ $2 million പെർ ഷിപ്പ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിനേക്കാൾ കൂടിയ തുകയൊക്കെ പറഞ്ഞു കേൾക്കുന്നു. കൃത്യമായ തുക നമുക്ക് അറിയില്ല. ഓരോ കപ്പലിനും 18 കോടി ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ തുക വേണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവർ പറയുന്നത് ഈ പണം കൊണ്ട് തകർന്നു പോയ ഇറാനെ പുനർനിർമ്മിക്കാം. ഇവിടെ അതിനൊരു റൈഡർ സബ് ക്ലോസ് കൂടിയുണ്ട്. സബ് ക്ലോസ് അല്ല, മറ്റൊരു ക്ലോസ് ആയിട്ടാണ് ഇറാൻ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾ. ഇറാൻ ആക്രമിക്കപ്പെടുകയായിരുന്നു. അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരമായി തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. അവസാനം അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അമേരിക്ക നഷ്ടപരിഹാരമൊക്കെ കൊടുത്തുകൊണ്ട് ഒരു യുദ്ധം അവസാനിപ്പിച്ചാൽ അമേരിക്കയുടെ മുഖം നഷ്ടപ്പെടില്ലേ? അമേരിക്കയ്ക്ക് അങ്ങനെ ചെയ്യാനാവില്ലല്ലോ. അത് ചെയ്താൽ നല്ലത്, പക്ഷേ ചെയ്യാനാവില്ല. അതുകൊണ്ട് പരമാവധി ഇതൊരു താരിപ്പായി മാറാം. ഇറാൻ പെർമനൻ്റായി ഒരുപക്ഷെ ആ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന കപ്പലുകൾക്ക് മേൽ വലിയ ചുങ്കമൊന്നും അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനോ ഇറാൻ്റെ അനുമതി വാങ്ങാനോ അതിന് എന്തെങ്കിലും ഫീസ് ഈടാക്കാനോ, കപ്പമൊന്നും പറയാനാവില്ല, ഫീസ് ഈടാക്കാനോ ഉള്ള തീരുമാനം എത്തി നിന്നാൽ അത്ഭുതപ്പെടാനില്ല. അല്ലെങ്കിൽ ഒരു കാര്യമെങ്കിലും പറയാൻ പറ്റും, നിങ്ങൾക്ക് നേരെയുള്ള ഉപരോധം, അത് ഇറാൻ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. പൂർണ്ണമായി ഉപരോധം, തങ്ങൾക്കെതിരെയുള്ള ഉപരോധം പൂർണ്ണമായി. ഇറാൻ ഇത് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നും കാണാതെയല്ല. നഷ്ടപരിഹാരം കിട്ടില്ല എന്നറിയാം, ചുങ്കം പിരിക്കാനുള്ള അനുവാദം ചോദിക്കാമെന്നല്ലാതെ ആത്യന്തികം ചിലപ്പോൾ കിട്ടില്ലെന്നറിയാം. പക്ഷേ ഉപരോധം അവസാനിപ്പിച്ചാൽ
ഇറാൻ എണ്ണസമ്പന്നമായ രാജ്യമാണ്. ക്രൂഡ് ഓയിൽ വിൽക്കാൻ കഴിഞ്ഞാൽ മതി. ലോകത്തിൻ്റെ 3ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യമാണ് ഇറാൻ. ഇത് വിൽക്കാൻ കഴിഞ്ഞാൽ ഇറാന് 5 വർഷം കൊണ്ട് തകർന്നതെല്ലാം തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഡീലിലെത്തി നിൽക്കാൻ പറ്റുന്നത് കൊണ്ടാണ് സ്വല്പം കയറ്റി പറഞ്ഞു വെച്ചതെന്നാണ് എൻ്റെ നിഗമനം. അതാണ് എനിക്ക് തോന്നുന്നു. ഈ ആദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവം അതിൻ്റെ പിന്നിലുണ്ട്. അതായിരിക്കണം. പിന്നെ ഉള്ളത് ഇറാനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ആണവായുധം, ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്നാണ് ഇറാൻ പറയുന്നത്. അത് ആയുധങ്ങളൊന്നും ഉണ്ടാക്കില്ല, പക്ഷേ സമാധാനപരമായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി തങ്ങളുടെ റൈറ്റാണ്, സോവറിൻ റൈറ്റാണ്. എന്ത് ഉണ്ടാക്കണം, എന്ത് നിർമ്മിക്കണം, യുറേനിയം സമ്പുഷ്ടീകരണം, യുറേനിയം 235 സമ്പുഷ്ടീകരണം നടക്കും എന്നാണ് പറയുന്നത്. അപ്പം അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യം എന്തായിരുന്നു? ഇസ്രായേലിൻ്റെ ആവശ്യം എന്താണ്? ആണവ വിമുക്ത ഇറാൻ. അത് ഇറാൻ്റെ കാര്യത്തിൽ അജണ്ടയിലില്ല. തങ്ങൾ തുടരുമെന്നാണ് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ചില ഉറപ്പുകൾ അപ്പോൾ ഒബാമ കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. ഒബാമ കാലഘട്ടത്തിൽ ഇറാനുമായി ഒരു കരാർ ഒപ്പിട്ടു. ഇത് ഇറാനുമായിട്ട് നേരിട്ടല്ല, അമേരിക്ക, ഇറാൻ, അതോടൊപ്പം തന്നെ P5-ലെ 4 രാജ്യങ്ങൾ, റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഉറപ്പാണ്. ഇറാൻ സമ്പുഷ്ടീകരണം ഏതാണ്ട് 3.8% സമ്പുഷ്ടീകരിച്ചാൽ മതി. അതാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അത്രയും മതിയാകും. 60% ഒന്നും സമ്പുഷ്ടീകരിക്കേണ്ട. 60% സമ്പുഷ്ടീകരിച്ചാൽ ഏതാണ്ട് 450 കിലോഗ്രാം ഇറാനിൽ എവിടെയോ സുരക്ഷിതമായി അണ്ടർഗ്രൗണ്ടിലുണ്ട്, നഥാൻസിലോ എവിടെയോ ഉണ്ട്. അത് ഇറാന് മാത്രമേ അറിയൂ. അത് പുറത്തെടുത്ത് ഒരുപക്ഷെ നിരായുധീകരിക്കാം, അല്ലെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാം, അതിനെ ഈ ആണവ വിമുക്തമാക്കി കളയാം എന്നൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക വിചാരിക്കുന്നത്. ഒരുപക്ഷെ അതിന് ഇറാന് വഴങ്ങി കൊടുക്കേണ്ടി വന്നേക്കാം, അറിയില്ല. 60% സമ്പുഷ്ടീകരണം എന്തായാലും ആവശ്യമില്ല. അത് ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ചവിട്ടുപടി എന്ന നിലയിലാണ്. അതുകൊണ്ട് അവിടെ ഒരു വഴങ്ങൽ ഒരുപക്ഷെ ഇറാൻ ചെയ്തേക്കാം, അറിയില്ല. ഇപ്പോൾ ആ പ്രഖ്യാപനത്തിലില്ല. ഇറാൻ്റെ 10 പോയിന്റിൽ അതില്ല. മറ്റൊരു പോയിന്റുണ്ട്. ഹിസ്ബുള്ളയുടെ കേന്ദ്രമാണല്ലോ ലെബനൻ. ലെബനനിലേക്ക് ഇസ്രായേൽ നിരന്തരമായ ആക്രമണം നടക്കുന്നു. യുദ്ധവിരാമം അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും വെസ്റ്റ് ഏഷ്യ കലുഷിതമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ലെബനൻ കൊല്ലപ്പെട്ടത്. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഇറാൻ ഒരു പരിധിവരെ ഈ കരാറിൽ നിന്നും അല്ലെങ്കിൽ ചർച്ചകളിൽ നിന്നും മാറി നിൽക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. ഉടനടി ഇസ്രായേൽ ലെബനനിലേക്കുള്ള ആക്രമണം, ലിറ്റാനി നദിയുടെ തെക്കുള്ള ലെബനൻ്റെ പ്രദേശം, അത് ലെബനൻ്റെ 10% ഭൂമി വരും, അത് അനക്സ് ചെയ്യാനും അവിടെ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യാനും അതുവഴി ഇസ്രായേലിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാനുമാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. അത് ഒരുപക്ഷെ ഈ ഡീലിൻ്റെ ഭാഗമല്ല എന്ന് ഇസ്രായേലും അമേരിക്കയും ആവർത്തിക്കുന്നു. ഇറാൻ പറയുന്നു ഇസ്രായേലി ഓക്യുപ്പേഷൻ ഓഫ് ദി നെയ്ബറിങ് ഏരിയാസ് ആൻഡ് ഇസ്രായേലി അറ്റാക്സ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ ഡീൽ. അത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പം കോംപ്രിഹെൻസീവ് ഡീലാണ്. അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനും മറ്റ് രാജ്യങ്ങൾക്കും എല്ലാം സ്വീകാര്യമാകുന്ന കോംപ്രിഹെൻസീവ്, പെർമനൻറ്റ്, എവർ ലാസ്റ്റിംഗ് ഡീലാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. താൽക്കാലിക പരിഹാരങ്ങളല്ല. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും തൽക്കാലം തലയൂരുക എന്ന് മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇത് നോക്കുമ്പോൾ ചൈനയ്ക്കും ഇതിലൊരു പ്രത്യേക പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ റോൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോട്ട് ഓൺലി ചൈന ബട്ട് ഓൾസോ റഷ്യയും ചൈനയുമാണ് ഇറാനെ ഈ ചർച്ചാ ടേബിളിൽ എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ 2 രാജ്യങ്ങളെ കുറേ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ചർച്ചയുടെ ഭാഗമാക്കാൻ സാധിച്ചാൽ എനിക്ക് തോന്നുന്നു വേഗത്തിൽ ഒരു ട്രൂസിലേക്ക് എത്താൻ സാധിക്കും. ഇതൊരു അന്താരാഷ്ട്ര ഉടമ്പടിയായി മാത്രമേ ആത്യന്തികമായി പരിണമിക്കൂ. പാകിസ്ഥാൻ മധ്യസ്ഥത പലരും നെറ്റ് ചൊളിക്കും. പാകിസ്ഥാൻ അതിനുള്ള ക്രെഡിബിലിറ്റി ഉണ്ടോ ചോദ്യമാണ്. ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന, ഭീകരതയ്ക്ക് വളം വെച്ച് കൊടുക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഭീകരരെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് വിടുന്നു, മറ്റെല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്തിന്? ഒസാമ ബിൻ ലാഡന് പോലും വേൾഡ് ട്രേഡ് സെൻറ്റർ, അമേരിക്കയുടെ അഭിമാന സ്തംഭമായ ട്വിൻ ടവേഴ്സ് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത അൽ ഖൈദയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു ബിൻ ലാദൻ. അദ്ദേഹത്തിന് അഭയം കൊടുത്തത് അവസാനം പാകിസ്ഥാനിലെ അബദ്ധബാദിലാണ്. അപ്പോൾ ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ്റും ISIയും ആർമിയും അറിയാതെ നടക്കുമോ? ഇല്ലല്ലോ. ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ ആവശ്യമുണ്ട്. അസിം മുനീർ എന്ന ജനറലിനെ ആവശ്യമുണ്ട്. അദ്ദേഹവുമായി നല്ല ബന്ധം വെറുതെ ഒന്നുമല്ല. അസിം മുനീറുമായി കഴിഞ്ഞ 1.5 വർഷമായി നിരന്തര ആശയവിനിമയം നടത്തിയതും പലയാവർത്തി അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചതുമൊക്കെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം അന്തിമമായി ഇറാനിൽ ഇടപെടൽ നടത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രമായി ചില നീക്കങ്ങൾ നടത്തേണ്ടി വരും. അതിന് സൈനിക നീക്കങ്ങൾ പോലും. ഈ ചർച്ച പരാജയപ്പെട്ടാൽ പാകിസ്ഥാൻ ബേസ് ചെയ്തുകൊണ്ട് ഇറാനെ അമേരിക്ക കരയുദ്ധത്തിലേക്ക് നീങ്ങണമെങ്കിൽ എവിടെയെങ്കിലും ബേസ് ചെയ്യണമല്ലോ. അതെ, പാകിസ്ഥാൻ അയൽ രാജ്യമാണ്, ഇറാഖ് അയൽ രാജ്യമാണ്, അല്ലെങ്കിൽ ടർക്കി അയൽ രാജ്യമാണ്.
ഇവിടെ എവിടെയെങ്കിലും ബേസ് ചെയ്യണമല്ലോ. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഓപ്ഷൻസ് ആണ്. പക്ഷേ സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധം, കരയുദ്ധം, തലയൂരാനാവാത്ത രീതിയിൽ അമേരിക്ക ഒരു രാവണൻ കോട്ടയിൽ പെട്ടുപോയി. ഇത് അമേരിക്കയ്ക്ക് അറിയാം. ഇവിടെയാണ് ഇറാനെ പരമാവധി ചൈനയും റഷ്യയും സഹായിക്കുന്നത്. ഇറാനെ ഡിഫെൻഡ് നിർത്തിയതും ഇത്രയും കാലം പൂർണ്ണനാശത്തിൽ നിന്നും വലിയ നാശനഷ്ടങ്ങളിൽ നിന്നും ഡിഫെൻഡ് നിർത്തിയും സമയാസമയങ്ങളിൽ ഇൻ്റലിജൻസ് ഇൻപുട്ട് കൊടുത്തതും ഇറാന് ഫലപ്രദമായി അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞതും ചൈനയും റഷ്യയും നൽകിയ സാറ്റലൈറ്റ് കവറേജ്, ഇൻഫർമേഷൻ ഇൻപുട്ട്, ഇൻ്റലിജൻസ് ഇൻപുട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിയല്ലേ. ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റവും അവർക്ക് കിട്ടി, എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെ അവർക്ക് കിട്ടി. അപ്പോൾ ഇത് നാളുകളിലും തുടരും. അതുകൊണ്ട് ചൈനയും റഷ്യയും കോൺഫിഡൻസിലെടുക്കാതെ അന്തിമമായ സമാധാന പ്രക്രിയ നടക്കില്ല. പാകിസ്ഥാൻ, എന്തുകൊണ്ട് പാകിസ്ഥാൻ? മധ്യസ്ഥ ശ്രമം. പാകിസ്ഥാൻ ചൈനയോട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്, അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. നോക്കൂ, ചൈനയും അമേരിക്കയും തമ്മിൽ 60കളിൽ ഒരുമിപ്പിച്ചതിൻ്റെ പിന്നിലും പാകിസ്ഥാനാണ്. ബെയ്ജിങ്, ഇസ്ലാമാബാദ്, വാഷിങ്ടൺ ആക്സിസ് എന്ന് പറയുന്ന പണ്ട് മുതലുള്ള ഒരു ആക്സിസ് ആണ്. അപ്പം ചൈന റഷ്യ പക്ഷപാതിയായിരുന്നല്ലോ, റഷ്യയുടെ കൂടെ ആയിരുന്നല്ലോ. അവിടുന്ന് മാറ്റി ചൈനയെ അമേരിക്കയ്ക്ക് സംസാരിക്കാവുന്ന ഒരു ഇടമാക്കി ശീതയുദ്ധ സമയത്ത് തന്നെ മാറ്റിയെടുത്തതിനെ പങ്കുവഹിച്ചൊരു ചരിത്രപരമായ പാരമ്പര്യമുണ്ട് പാകിസ്ഥാൻ. അതൊരിക്കൽ കൂടി തട്ടിയെടുക്കുകയാണ്. പക്ഷേ ചൈനയ്ക്ക് തീർച്ചയായും ഇറാൻ്റെ സുരക്ഷ വലിയ വിഷയമാണ്. ഇറാൻ ചൈനയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ചർച്ചയിലൂടെ ഇറാനെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കില്ല എന്ന് വിശ്വാസമാണ്. പാകിസ്ഥാൻ വെച്ച് ചർച്ച നടത്തുമ്പോൾ ചൈനീസ് പ്രതിനിധികൾ ഉണ്ടാവില്ല എങ്കിലും ചൈനയുടെ അറിവുണ്ടാകും. എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അപകട സാധ്യതകൾ കൃത്യമായി ഇറാനെ അറിയിക്കാൻ ചൈനയെ കഴിയും. റഷ്യയും ഇക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാട്ടുന്നു. റഷ്യ ഇതിനകത്ത് നേടി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. റഷ്യക്കെതിരെ ഉപരോധം പ്രാക്ടിക്കലി ഇല്ലാതെയായില്ലേ? എണ്ണ ഉപരോധം, ഇറാനെതിരെയുള്ള എണ്ണ ഉപരോധം പോലെ ഇപ്പം ഭാഗികമായി തന്നെ മാറ്റി ഇറാൻ്റെ എണ്ണ വിൽക്കാമെന്നല്ലേ പറയുന്നത് ഇപ്പോൾ തൽക്കാലത്തെങ്കിലും. അതുകൊണ്ട് റഷ്യക്കും ഇതൊരു അവസാനിക്കട്ടെ, യുദ്ധം അവസാനിക്കട്ടെ, തങ്ങൾക്ക് നേരെയുള്ള ഉപരോധം പോലും ഫിസിൽ ഔട്ട് ചെയ്ത് പോകട്ടെ എന്നൊരു ചിന്ത കാണും. അതുകൊണ്ടൊരു വിൻ വിൻ സിറ്റുവേഷനാണ് എല്ലാവർക്കും. അതുകൊണ്ട് ഇത് തകരാതിരിക്കട്ടെ, ഇസ്രയേലിൻ്റെ കടുംപിടുത്തത്തിൽ തകരാതെ ഇരിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശ്വസിക്കാം. പക്ഷേ അവിടെയാണ് പൂച്ചയ്ക്കാര് മണി കെട്ടും എന്നുള്ളതുപോലെ ഇസ്രായേലിനെ ആര് വരച്ച വരയിൽ നിർത്തും എന്നുള്ളതാണ്. അവിടെ എനിക്ക് തോന്നുന്നു അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഒരു തീക്കളിയാണ് എന്നാണ്. നമ്മൾ ഇത് തുടർന്നു കൊണ്ടുപോയാൽ ഉണ്ടാകാൻ പോകുന്ന വിനാശം, വിപത്ത്, ഒപ്പം തന്നെ കരയുദ്ധം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഒരുമ്പെട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമാകുന്ന ഒരു സംഭവമാണ് എന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ അപ്പുറത്ത് നെതന്യാഹുവിൻ്റെ ലക്ഷ്യം പലതാണ്. ആ ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ഈ എത്ര പേരെ കൊന്നാലും, അത് ലെബനൻ ആക്രമിച്ചാലും ഇറാൻ ആക്രമിച്ചാലും തൻ്റെ ലക്ഷ്യം നേടണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ ലെബനാനിലെ ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ പീസ് ഡീലിൽ നിന്നും പിന്മാറും എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയും ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആ ഒരു വശത്ത് ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. ഹൗ ഇറ്റ് വിൽ കം ടു ഇസ്രായേൽ സീസ് എ പോസിബിലിറ്റി ത്രൂ ട്രംപ്. Once Trump is gone, no president will help Israel as much as Trump does. ഇതാണ് ഇസ്രായേൽ അറിയാവുന്നത്. ട്രംപ് ഇരിക്കുമ്പോൾ തങ്ങൾ ചരിത്രപരമായി നേടണമെന്ന് ആഗ്രഹിച്ച, ഭാവിയിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നേടിയെടുക്കാം. നൗ ഓർ നെവർ. ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഉൾപ്പെടെ പലസ്തീൻ പ്രദേശത്തേക്ക്, വെസ്റ്റ് ബാങ്കിലേക്കും ഗാസ, ഇപ്പോൾ ഗാസ പീസ് ഡീൽ ഇസ്രായേലിന് സ്വീകാര്യമാകുന്ന രീതിയിൽ കൊണ്ടെത്തിക്കാൻ ട്രംപിന് കഴിയും. അപ്പോൾ ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്ത പീസ് പ്ലാൻ അല്ലേ, അത് വളരെ സാവകാശമാണ് നീങ്ങുന്നത്. ആത്യന്തികമായി ഈ വെസ്റ്റ് ബാങ്കിൻ്റെ മേൽ ഇസ്രായേൽ കൂടുതൽ നിയന്ത്രണം, കിബുട്സുകളിലൂടെ കൂടുതൽ പ്രദേശങ്ങൾ അനക്സ് ചെയ്യുന്ന ഒരു പ്രവണതയും ഇതോടൊപ്പം തന്നെ നടക്കുന്നു. അതിന് പുറമെ ലെബനൻ്റെ 10% ഭൂമി ഇസ്രായേൽ കൈവശപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് മുൻകാലത്ത് മുഴുവനും കൈവശപ്പെടുത്തിയതാണ്. പിന്നെ അതുകൊണ്ടാണല്ലോ ഹിസ്ബുള്ള ഉണ്ടായത്. ഇറാൻ ഇസ്രായേലിനെ ചെറുക്കാൻ വേണ്ടി ഉണ്ടായതാണല്ലോ ഹിസ്ബുള്ള. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം. അതുകൊണ്ട് ഇറാൻ എന്ന ഒരു വലിയ ഡിഫെൻസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഒഫൻസീവ് ഫോഴ്സിനെ നള്ളിഫൈ ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യണം. അവരുടെ പ്രഹരശേഷി, ആയുധങ്ങൾ, അണവായുധങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. കാരണം ഇസ്രായേൽ പിന്നെ ഭൂമുഖത്ത് കാണില്ല. അതുകൊണ്ട് ഈ മിസൈലുകൾ ഉൾപ്പെടെ കുറച്ചുകൊണ്ട് വരണം. ഇതെല്ലാം ഈ ചർച്ചയുടെ ഭാഗമാക്കി അമേരിക്കയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുന്ന നയതന്ത്ര തിരക്കിലായിരിക്കും ഇസ്രായേൽ. അതേസമയം ഇസ്രായേൽ അമേരിക്ക പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കില്ല. ഇസ്രായേൽ പറയുന്നത് അമേരിക്ക അംഗീകരിച്ചാലും അമേരിക്ക പറയുന്നത് പൂർണ്ണമായി ഇസ്രായേൽ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അത് ആ രീതിയിലാണ്. ഈ വികൃതി പയ്യൻ എന്നൊക്കെ പറയുന്നത്. ചില കാര്യത്തിൽ അപ്പം കൈവിടാനാവില്ല. വീട്ടിലൊരു മകൻ ലേശം വികൃതിയായി പോയാൽ മകൻ അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര പുത്രവാത്സല്യമാണല്ലോ ഇസ്രായേലിനോട്. ആ രീതിയിൽ
ഈ വലിയേട്ടൻ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നതെങ്കിലും പുത്രവാത്സല്യം തന്നെയാണ് ഇസ്രായേലിനോടുള്ളത്. കാരണം ഇസ്രായേലിലെ സ്വന്തം ആളുകളായിട്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാണുന്നത് അങ്ങനെയാണ്. ഇസ്രായേൽ താല്പര്യത്തിനെതിരെ അമേരിക്ക നിൽക്കില്ല. പക്ഷേ പറഞ്ഞു നിർത്താൻ അമേരിക്ക കഴിയണം. JD വാൻസിനെ പോലെയുള്ള ആളുകൾക്ക്. ട്രംപ് ഒരുപക്ഷെ ട്രംപ് മുഖസ്തുതിയിൽ വീഴുന്ന ആളായിരിക്കാം, വേറെ ചില താല്പര്യങ്ങളുണ്ടാവാം. പക്ഷേ കുറച്ചുകൂടി സ്റ്റേബിൾ ഒരു തിരുത്തൽ ശക്തി അമേരിക്കയ്ക്കുള്ളിൽ ഉണ്ടാവുകയും ഇസ്രായേലിനെ ക്ലിപ്പിട്ട് നിർത്തുകയും അറബ് രാജ്യങ്ങളെ സമാധാനിപ്പിച്ച് നിർത്തുകയും ഇറാനുമായി പൂർണ്ണമായി ആത്മാർത്ഥമായ ഒരു ഡീലിൽ ഏർപ്പെടുകയും ഇറാനിൽ നിന്ന് ചില ഉറപ്പുകൾ വാങ്ങണം, ഇസ്രായേലിനെ ആക്രമിക്കില്ല, ഇസ്രായേലിൽ നിന്ന് ഉറപ്പുകൾ വാങ്ങണം, ഇറാനെ ആക്രമിക്കില്ല. പക്ഷേ ഈ പ്രക്രിയയിൽ ഇസ്രായേൽ കക്ഷിയല്ലാത്ത ഇസ്രായേൽ പറയും ഞങ്ങളിതിൻ്റെ കക്ഷിയല്ല, സമാധാന കരാറിൽ കക്ഷിയല്ല, ഞങ്ങൾക്ക് ആക്രമിക്കാം, ഞങ്ങളുടെ സുരക്ഷ അവതാളത്തിലായിരിക്കും, ആക്രമിക്കാം. അതുകൊണ്ട് ഇസ്രായേലിനെ കൂടി ഏതെങ്കിലും രീതിയിൽ കമ്മിറ്റ്മെൻറ്റിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചെങ്കിൽ മാത്രമേ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകൂ. യെസ്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്തായിരിക്കും, ചർച്ചയുടെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട്, അതൊന്നുമല്ല, അടിസ്ഥാനപരമായ വിഷയം പാലസ്തീനാണ്. ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ, പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണ്ണയ അവകാശം ഉണ്ടാവണം. ഒരു പലസ്തീൻ രാഷ്ട്രം, സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ ഉണ്ടായെങ്കിലേ പറ്റൂ. ഇസ്രായേൽ അംഗീകരിക്കണം. അതേപോലെ ആ രാഷ്ട്രം ജൂതരാഷ്ട്രമായി ഇസ്രായേലിനെയും അംഗീകരിക്കണം. ഇറാൻ ഇസ്രായേലിനെ അംഗീകരിച്ചെങ്കിലേ പറ്റൂ. ഡെത്ത് ടു ഇറാൻ, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, ഇത് പാടി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതങ്ങനെ ആ കലാപരിപാടി അവസാനിച്ചെങ്കിലേ പറ്റൂ. തിരിച്ചും ഇറാൻ എന്ന രാജ്യത്തിന് നിലനിൽക്കാനാവണം. ഇത് ഞാനൊരു പക്ഷം പിടിച്ചുകൊണ്ട് പറയുന്നതല്ല. ഒരു പക്ഷവും മലയാളിക്ക്, കേരളീയന്, ഇന്ത്യക്കാരന് എന്തിനു പക്ഷം പിടിക്കണം? മെറിറ്റ് ദ ഇഷ്യൂ അതല്ലേ. സമാധാനമാണ് വേണ്ടതെങ്കിൽ 90 ലക്ഷം ഇന്ത്യക്കാരാണ് ഗൾഫ് മേഖലയിലുള്ളത്. 35 ലക്ഷം പേർ അതിൽ മലയാളികളാണ്. ഇവിടെ വീടുകളിൽ തീ പുകയുന്ന പലതും ഗൾഫിൽ നിന്ന് പണം വരുന്നതുകൊണ്ടാണ്. ഇൻഡയറക്റ്റ് സ്പൈറലിംഗ് ഇഫക്റ്റ് എല്ലാവർക്കും ഗുണകരമാണ്. ഈ കക്ഷികൾ എല്ലാവരുമായും നമുക്ക് നല്ല ബന്ധമാണ്. നമുക്കും നല്ല ബന്ധം, ഇറാനുമായി നല്ല ബന്ധം, ഇസ്രായേലുമായി അതിഗംഭീരമായ ബന്ധം, അമേരിക്കയുമായി നല്ല ബന്ധം, ഗൾഫ് രാജ്യങ്ങൾ തീർച്ചയായും വലിയ ബന്ധമാണ് ഇന്ത്യയുമായി. ഇറാനിൽ സമാധാനം വരണം, നമുക്ക് ചബഹാർ പോർട്ടിൽ പക്ഷേ ഈ പാകിസ്ഥാനിൽ വെച്ച് ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റി പുരികങ്ങൾ ചുളിയുന്നു. കാരണം ഇന്ത്യക്കാണല്ലോ അർഹത. പക്ഷേ ഇന്ത്യ തേർഡ് പാർട്ടി ഡിപ്ലോമസിയിൽ വിശ്വസിക്കുന്ന രാജ്യമല്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ നേരിട്ട് പരിഹരിക്കണം. അതിന് മൂന്നാം കക്ഷി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അമേരിക്കൻ മധ്യസ്ഥത വേണ്ട, നമുക്ക് വേറെ ഒരു രാജ്യത്തിൻ്റെ മധ്യസ്ഥത വേണ്ട, നേരിട്ട് പരിഹരിക്കാം. അതാണ് ഇന്ത്യയുടെ പോളിസി. അതുകൊണ്ട് അത് മാറ്റിക്കൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ മൂന്നാം കക്ഷി ആയിക്കൊള്ളാം എന്ന് പറയുന്നതിന് വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഈസ് ലേണിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. പാകിസ്ഥാൻ ഒരുപക്ഷെ ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അവർക്കൊരു പോസ്റ്റ്മാൻ റോൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. പാകിസ്ഥാൻ അവിടെ ചർച്ച വെന്യൂ ഉണ്ടെങ്കിലും തീരുമാനങ്ങൾ പാകിസ്ഥാൻ്റെ ആവില്ല. പാകിസ്ഥാന് സ്വീകാര്യമാകുന്ന തീരുമാനങ്ങളൊന്നുമല്ല അവിടെ ഉണ്ടാകുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും സ്വീകാര്യമാകുന്ന തീരുമാനങ്ങൾ റഷ്യക്കും ചൈനയ്ക്കും കൂടി സ്വീകാര്യമാകുമ്പോൾ അവിടെ ശാന്തത വരും. അറബ് രാജ്യങ്ങൾ താല്പര്യം സംരക്ഷിക്കപ്പെടുകയും വേണം. പാലസ്തീൻ വിഷയം അന്തിമമായി ഈ ഡീലിൻ്റെ ഭാഗമായില്ലെങ്കിൽ പോലും അതിലേക്കൊരു ചുവട്, ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എന്ന നിലയിൽ കൂടി കണ്ടാൽ ശാശ്വതമായ പരിഹാരങ്ങളാകും. അല്ല എങ്കിൽ എന്നും ഫ്ലാഷ് പോയിൻ്റായി നിൽക്കാനായിരിക്കും മധ്യപൗരസ്ത്യ പ്രദേശത്തിൻ്റെ വിധി. തീർച്ചയായിട്ടും. എന്തായാലും വളരെ സങ്കീർണമാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ പീസ് ചർച്ച, സമാധാന ചർച്ച. അത് ഒരു ഉടമ്പടിയിലേക്ക് വഴിത്തിരിവ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. പക്ഷേ അവിടെ കക്ഷികൾ ആരൊക്കെ? അമേരിക്കയുണ്ട്, ഇറാനുണ്ട്, ഇസ്രായേലുണ്ട്. അതിനോടൊപ്പം തന്നെ റഷ്യ, ചൈന, ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഒത്തൊരുമയോടുകൂടിയുള്ള നീക്കം മാത്രമേ സമാധാനം കൊണ്ടുവരികയുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കക്ഷി, ഇസ്രായേൽ, അതാ യുദ്ധം എന്ന് പറഞ്ഞ് വികൃതി പയ്യനെ പോലെ എല്ലാം അടിച്ചു തകർക്കുവാനായി ഒരുമ്പെട്ട് നിൽക്കുകയാണ്. ആരായിരിക്കും ഈ വികൃതി പയ്യനെ വരുതിയിലാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുക? അവിടെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാത്തിരിക്കാൻ നമുക്ക്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുന്നത് പോലെ ഈ ചർച്ചയ്ക്ക് അതിനേക്കാളൊക്കെ തന്നെ വലിയ മാനമുണ്ട് നമുക്ക് എന്നുള്ളത് കാര്യം മറന്നു പോകരുത്. കാരണം ആ 90 ലക്ഷം, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒട്ടേറെ ട്രേഡ് ഇൻട്രസ്റ്റുകൾ, നമ്മുടെ ഒട്ടേറെ കപ്പലുകൾ അതുവഴി കടന്നു വരേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറി എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയ ഒരു സാഹചര്യം കൂടി ഇതിനുണ്ട് എന്ന് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്തായാലും നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം സമാധാനം എത്രയും വേഗം വരണമേ എന്ന്. അല്ലേ സാർ? വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.